ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ ചോദിച്ച കണക്കിലെ 10 ചോദ്യങ്ങൾ. ആദ്യ ചോദ്യം, 4x ഈക്വൽ ടു 256 ആയാൽ എക്സിൻ്റെ വില എത്ര? നോർമലി ഇങ്ങനെയുള്ള ചോദ്യം കാണുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ 256നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതിയാൽ മതി. 286 4ൻ്റെ ഘടകങ്ങളായിട്ടാണ് ഉള്ളത്, അപ്പോൾ അത് പൂർണ്ണമായിട്ട് പോകും. 4ൻ്റെ ഘടകങ്ങളാക്കുമ്പോൾ 64, വീണ്ടും 4 16 തവണ, വീണ്ടും 4 4, അങ്ങനെ 4 എത്ര ഉണ്ട്? 1 2 3 4. അപ്പോൾ 4 ആണ് എത്ര? 256. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 4. ആൻസർ വരും ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 20 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണമെങ്കിൽ ഇനി എത്ര ആളുകൾ കൂടി വേണം? ഇനി എത്ര വേണം എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. M1D1 ഈക്വൽ ടു M2D2. M1 എന്താണ്? ആദ്യത്തെ ആളുകൾ M1. D എന്താണ്? ഡേയ്സ്. ഇനി M2 എന്താണ്? രണ്ടാമത്തെ സെക്ഷനിലെ ദിവസം. D2 രണ്ടാമത്തെ ഡേയ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 20 ആളുകൾ, അത് എന്താണ്? M1. 20 ആളുകൾ 30 ദിവസം കൊണ്ട്, 30 ദിവസം കൊണ്ടാകുമ്പോൾ ഡേയ്സ്, D1 എത്രയാണ്? 30 ഈക്വൽ ടു 25 ദിവസം കൊണ്ട്, D2 ആണ് 25. M2 നമുക്ക് അറിയില്ല. അപ്പോൾ M2 കാണാൻ എന്ത് ചെയ്യണം? ഇൻറ്റു M2 കാണാൻ എന്ത് ചെയ്യണം? 25നെ താഴെ കൊണ്ടുവരിക. 25 ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എടുത്താൽ മതി. 5 4 പ്രാവശ്യം, 5 പ്രാവശ്യം, 5 6 പ്രാവശ്യം, 4 × 6 24 എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കുക, ഇനി എത്ര ആളുകൾ കൂടി വേണം? ഇവിടെ 20 ആളുണ്ട്, ഇവിടെ 24 കിട്ടി. അങ്ങനെയെങ്കിൽ ഇനി എത്ര ബാലൻസ് വേണം? 4 ആളുകൾ കൂടി. ആൻസർ വരും ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരു ഗ്രൂപ്പിലെ 20 പേരുടെ ശരാശരി വയസ്സ് 25 ആണ്. പുതുതായി 3 ആളുകൾ കൂടി ചേർന്നതോടുകൂടി ശരാശരിയിൽ 2 വർഷത്തിൻ്റെ വർധനവുണ്ടായി. പുതുതായി വന്ന 3 ആളുകളുടെ ആകെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, 20 പേരുടെ ശരാശരി വയസ്സ് 25. അങ്ങനെയെങ്കിൽ ടോട്ടൽ വയസ്സ് എത്രയാണ്? 25 × 20. 25 × 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 500. അപ്പോൾ 20 ആളുകളുടെ ടോട്ടൽ വയസ്സ് എത്രയാണ്? 500. ഇനി പുതുതായി ഇവിടെ 3 ആളുകൾ കൂടി വന്നു. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ എത്രയാണ്? 23. അവരുടെ ശരാശരി എത്ര കൂടി? 2 കൂടി. അങ്ങനെയെങ്കിൽ 25 എത്രയായി? 27 ആയി. അപ്പോൾ ഇതിനെ ഒന്ന് ഗുണിക്കുക. 23 × 27, ഇത് കിട്ടും നമുക്ക് 621. ഓക്കെ. അപ്പോൾ 20 പേരുടെ 500 കിട്ടി, 23 പേരുടെ 621 കിട്ടി. അങ്ങനെയെങ്കിൽ വ്യത്യാസം എത്രയാണ്? 3 പേരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 121. 621 മൈനസ് 500, 121. ആൻസർ വരും ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തതിൽ ചെറിയ ഭിന്നസംഖ്യ ഏത്? ഇവിടെ നോക്കുക, ന്യൂമറേറ്റർ എല്ലാം സെയിം ആണ്, 7 7 7. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 15 ആണ്. അപ്പോൾ 7/15 ആണ് ആൻസർ. ഓപ്ഷൻ വരും ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 20ൻ്റെ 16 3/2 പെർസെൻറ്റേജ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഈ 16 3/2 വിഷമഭിന്നമാണ്. അതിനെ നമ്മൾ ആ വിഷമഭിന്നം നോർമൽ ഭിന്നമായി ഒന്ന് എഴുതുക. അതെങ്ങനെ എഴുതുന്നത്? 16 × 3 48, 48 + 2 50/3, 50/3. ഇതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ എഴുതുന്നത്? ഇൻറ്റു 1/100. ഓക്കെ. ഏതിൻ്റെതാ? ഇൻറ്റു 20. 20ൻ്റെ പെർസെൻറ്റേജ്. ഓക്കെ. 2 0 ക്യാൻസലായി പോയി. ബാക്കിയുള്ളത് 2 × 5 10/3. 10/3 കിട്ടും. ഓപ്ഷൻ എ. 10/3. 55ൻ്റെ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ബോട്ട്മാസ് റൂൾ വെച്ച് ചെയ്യാനാണ്. 14 + 6 ÷ 2 × 4 - 3. ആദ്യം നമ്മൾ ഏതാണ് ചെയ്യുന്നത്? ഡിവിഷനാണ്. 6/2 3 എന്ന് കിട്ടും. അടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. 3 × 4 12 കിട്ടും.
12 മൈനസ് 3 നമുക്ക് 9 എന്ന് കിട്ടും. 14 പ്ലസ് 9 23 എന്ന് കിട്ടും. ആൻസർ വരും ഓപ്ഷൻ സി. അടുത്ത ചോദ്യം സമാന ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ്. ചോദ്യം ഇതാണ്: 563:7 ഈക്വൽ ടു 196 ഡാഷ്. അപ്പോൾ ഇവിടെ എന്താണ് 563ഉം 7ഉം തമ്മിലുള്ള ആ ഒരു ബന്ധം കണ്ടുപിടിക്കുക. ഇവിടെയുള്ള റിലേഷൻ വരുന്നത് ആ നമ്പേഴ്സ് ഒന്ന് കൂട്ടുക. 6 പ്ലസ് 5 പ്ലസ് 3 എത്ര കിട്ടി? 14. 14/2 7. അതാണ് ഇവിടുത്തെ റിലേഷൻ. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത സംഖ്യ എങ്ങനെ വരും? 9 പ്ലസ് 1 10, 10 പ്ലസ് 6 16, 16/2 8 എന്ന് കിട്ടും. ആൻസർ വരും ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം: സമയം 3:15 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. 30 × അവർ മൈനസ് 5.5 × മിനിറ്റ്. കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. 30 × അവർ എത്രയാണ്? 3 90. അപ്പോൾ 30 × 3 90 മൈനസ് അവർ മൈനസ് 30 × 3 90 കിട്ടി. 5.5 × മിനിറ്റ് 5.5 × 15. അത് ചെയ്യുമ്പോൾ നമുക്ക് 82.5 കിട്ടും. അപ്പോൾ 90 മൈനസ് 82.5 7.5 കിട്ടും. ആൻസർ വരും ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്താനാണ്. 399, 625, 529, 324. ആൻസർ വരും ഓപ്ഷൻ എ. എന്താണ് കാര്യം? ബാക്കിയുള്ളവയെല്ലാം പൂർണ്ണ വർഗ്ഗങ്ങളുള്ള സംഖ്യകളാണ്. 25ൻ്റെ സ്ക്വയറാണ് 625, 23ൻ്റെ സ്ക്വയറാണ് 529, 18ൻ്റെ സ്ക്വയറാണ് 324. ലാസ്റ്റ് ചോദ്യം: ഡൽഹിയുടെ കോഡ് EFMIJ ആണെങ്കിൽ കൊല്ലം അതിൻ്റെ കോഡ് എന്താണെന്ന് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കണം. ഡൽഹി ഇവിടെ എങ്ങനെയാണ് എഴുതിയത്? ഡിയുടെ ആദ്യ ലെറ്റർ കഴിഞ്ഞിട്ട് ഇ വന്നു, ഇ കഴിഞ്ഞ് എഫ് വന്നു, അതായത് തൊട്ട് മുൻപത്തുള്ള ലെറ്റർ വരുന്നു. അങ്ങനെയെങ്കിൽ കെ കഴിഞ്ഞ് ഏത് വരും? എൽ വരും. ഓക്കെ, ആ എല്ല് നോക്കുമ്പോൾ ഈ രണ്ട് ക്യാൻസലായി, ഇത് ജെ ആണുള്ളത്. അടുത്ത് ഒ കഴിഞ്ഞിട്ട് ഏത് വരും? പി ആണ് വരുന്നത്, പി. പിന്നെ ബാക്കി അങ്ങോട്ട് നോക്കണോ? ഇതും ക്യാൻസലായി. ആൻസർ വരും ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയുമാണ് കണക്കിലെ ചോദ്യങ്ങൾ. എല്ലാം 10ൽ 10 മാർക്കും മേടിക്കാവുന്ന ചോദ്യങ്ങളായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.